വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വെറും 5 ഐറ്റം മതി. പഞ്ചസാര, തേങ്ങ ചിരണ്ടിയത് ഒരു അരമുറി, പിന്നെ പാല് ഒരു 2-3 ടേബിൾ സ്പൂൺ, ഒരു 5 സ്ലൈസ് ബ്രെഡും പിന്നെ ഏലക്കായും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബ്രെഡിനെ ചെറിയ പീസായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ എഡ്ജുകളൊക്കെ നല്ലോണം ചെറിയ പീസാക്കണം. ഉൾവശം അത്രയും ചെറുതാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ പൊടിച്ചു കഴിഞ്ഞു. നമ്മൾ അതിലേക്ക് പാല് ചേർക്കാം. ബ്രെഡ് നനയാനുള്ള പാലാണ് നമുക്ക് വേണ്ടത്. പിന്നെ പഞ്ചസാര, തേങ്ങ ചിരണ്ടിയതും ഏലക്കപ്പൊടിയും. ഇനി നമുക്ക് ഫോർക്ക് കൊണ്ട് അതിനൊന്ന് ഉടച്ചെടുക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാലൊഴിക്കുമ്പോൾ അത് പാല് കുറേ അധികം കുഴഞ്ഞു പോകരുത്. നമുക്കത് കൈകൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിൻ്റെ നമ്മൾ ബോൾ പിടിക്കുമ്പോൾ ആ ബ്രൗൺ എഡ്ജസ്സാണ് പുറത്തേക്ക് നിൽക്കുക. അപ്പോൾ അതിനൊക്കെ ഒന്ന് നല്ലോണം ഉടച്ചു കൊടുക്കണം. എന്നിട്ട് ബോൾ പിടിക്കുമ്പോൾ ബോൾ പിടിക്കാൻ പറ്റണം. വെള്ളം കൂടുതലാണെങ്കിൽ പാല് കൂടുതലാണെങ്കിൽ നമുക്കത് പിടിക്കാൻ പറ്റില്ല. നമുക്കിനി ബോൾസാക്കി മീഡിയം സൈസ് ബോൾസാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു 5 സ്ലൈസ് ബ്രെഡിന് ഒരു 20-21 ബോൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്ത ഒരു ഹെൽത്തി ഓപ്ഷനായിട്ട് കനൽ ഓയിലാണ്. നമ്മുടെ ബോൾസൊക്കെ പിടിച്ചു കഴിഞ്ഞു. നമ്മുടെ ബ്രെഡ് ഉണ്ണിയപ്പം ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രം വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഒരു മീഡിയം ടെമ്പറേച്ചറാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ടെമ്പറേച്ചർ കുറഞ്ഞു പോയാലും പ്രശ്നമാണ്, കൂടി പോയാലും പ്രശ്നമാണ്. ഓയിലിൽ ചൂട് കൂടുതലാണെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ പുറവശം പെട്ടെന്ന് ബ്രൗൺ ആവും ചെയ്യും, ഉള്ളിൽ വേവുമില്ല. അതേപോലെ ചൂട് കുറവാണെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം അടിവശം പെട്ടെന്ന് പിടിക്കും, പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ബ്രെഡ് ഉണ്ണിയപ്പം ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ അതേ കളർ മാറി തുടങ്ങി. ഒരു ഏകദേശം 4 മിനിറ്റോളം എടുക്കും. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും വേണം. അപ്പോൾ എല്ലാം വശം ഒരേ കളറാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ബ്രെഡ് ഉണ്ണിയപ്പം റെഡി. ഒരു 10 മിനിറ്റ് എടുത്തോളം നമുക്കത് റെഡിയാക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യല്ലേ. ട്രൈ ചെയ്തിട്ട് കമൻസിൽ അതെങ്ങനെയുണ്ടായിരുന്നെന്ന് കൂടി അറിയിക്കണം. And thank you for watching our videos.